വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇതെന്തുവാന്നല്ലേ, നല്ലൊരു ഫിഷ് മോളിയാണ്. നല്ല അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഫിഷ് മോളി. അപ്പം നമ്മൾ ആദ്യം ഈ ഫിഷ് ഒന്ന് പൊരിച്ചെടുക്കണം, അതായത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യം നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചേക്കണേ. എന്നിട്ട് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ശാലോ ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ 2 സൈഡ് നന്നായിട്ട് വേവുന്ന രീതിക്ക് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നോക്കണേ. ചെറിയതായിട്ട് ഒരുപാട് മുരിയേണ്ട, ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് കോരി മാറ്റി വയ്ക്കാവേ. കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്നായിട്ട് പൊടിയാതെ എടുക്കണേ. നല്ല ദശകട്ടിയുള്ള ഫിഷ് എടുക്കണേ, എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. അതിനെ കോരി മാറ്റിയ ശേഷം ഒരു പാൻ എടുക്കുക. എന്നിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പു ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. എന്നിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതും ഒന്ന് നന്നായിട്ട് ചൂടാക്കണേ. അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറിയ ശേഷം കുറച്ച് പച്ചമുളക് ഇടുക, അതും ഇതേപോലെ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഓണിയൻ ഇടുക, നമ്മുടെ ഉള്ളി, വലിയ ഉള്ളിയാണ്. ഇതും ഇട്ട് നന്നായിട്ട് ഒരുപാടങ്ങ് ബ്രൗണിഷ് കളർ ആവണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ പാനിൽ തന്നെ ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്തില്ലേ, ആ പാനിൽ തന്നെ ഇത് മിക്സ് ചെയ്യാം. അതിന് നമുക്ക് ഈ പാനിലോട്ട് മാറ്റിയ ശേഷം അതിൽ നമുക്ക് ആവശ്യം എല്ലാം ഉണ്ട്. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ആയത് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതിനാവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട്. സോ അതിൽ ഞാൻ 3rd കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണേ. എന്നിട്ട് അത് ചൂടാവണം. നന്നായിട്ട് ചൂടായ ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ഈ ഫിഷ് ഓരോന്നായിട്ട് ഇടണേ. ഇതിൽ നമുക്ക് തവ യൂസ് ചെയ്തിടാം കേട്ടോ. തവ യൂസ് ചെയ്താൽ ഈ ഫിഷ് അങ്ങ് പൊടിഞ്ഞു പോകും. സോ നമ്മൾ കൈ വെച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കണേ. തേങ്ങാപ്പാലും ആ ഫിഷ് ഫ്രൈയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഫ്ലേവറൊക്കെ ഈ ഫിഷിൽ പിടിക്കണം, ഫിഷിലെ ഫ്ലേവർ കറിയിലും പിടിക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ടോളണേ. എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി, അങ്ങനെ ഉപ്പ് ഇട്ടതാണേ. മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണേ. ഉടഞ്ഞു പോവും, അതുകൊണ്ട് തവ ഇടല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം സെക്കൻഡ് കോക്കനട്ട് മിൽക്ക്, അതായത് 2ാം പാൽ ഒഴിക്കുക. 2ാം പാൽ ഒഴിച്ച് അതും ഇങ്ങനെ നന്നായിട്ട് തിളച്ച ശേഷം അതിൽ നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യണം. ഒരുപാടൊന്നും വേണ്ട, ഒരു ടൊമാറ്റോ റൗണ്ട് വട്ടത്തിൽ തന്നെ അരിയണേ. അതാണ് ഫിഷ് മോളിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ തക്കാളി വട്ടത്തിലരിഞ്ഞു, അതിട്ടു. അത് നന്നായിട്ട് തിളച്ച് ആ കറിയായിട്ട് അതൊന്ന് മിക്സായി വരണം. ഒരുപാട് വെന്ത് ഉടയണ്ട, അതുകൊണ്ട് 2ാം പാലിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചാൽ മതി, ഇട്ടാൽ മതി. അങ്ങനെ നന്നായിട്ട് തിളച്ചതാണ് കണ്ടില്ലേ. ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമുക്കിനി അതിന് നമ്മുടെ കുറച്ച് കറിവേപ്പില ഇടണേ. കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് തിളച്ച ശേഷം 1ാം പാൽ ഒഴിക്കുക. 1ാം പാൽ ഒഴിച്ച് പിന്നെ ഒരുപാട് തിളയൊന്നും വേണ്ട. 1ാം പാൽ ഒഴിച്ച് ഒന്ന് ചൂട് പിടിക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫിഷ് മോള് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.